صل على سيدنا محمد وعلى آل سيدنا محمد الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك العظيم وسلطانك. وصل اللهم سواء ما أمرنا هذه هدية منا إلى حضرة سيدنا وشفيعنا وهذه هدينا وحبيبنا مصطفى محمد صلى الله عليه وسلم. اللهم يسر ولا تسر لنا علما ما كما غالبا كاملا بتم السعادة. اللهم اصلنا ما يعلم ربنا هب لنا من ازواجنا وذرياتنا قرة اعين للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله عليه وسلم. ജാമിയ യമാനിയ അറബി കോളേജിൻ്റെ 16-ാം വാർഷിക 5-ാം സന്നദ്ധദാന സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന ഈ മഹാസമ്മേളനത്തെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആർ വി കുട്ടിഹസൻ ദാരിമി അവരെ ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയും കേരള വഖഫ് ബോർഡ് ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട ടി എം ബാപ്പു മുസ്ലിയാർ, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ കോഴിക്കോട് ജില്ലാ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഉമർ പൈലി മുക്കം, ഈ സ്ഥാപനത്തിൻ്റെ അഭിവന്ദ്യനായ പ്രസിഡന്റ് സയ്യിദ് ഹംസ ബാപ്പക്ക് തങ്ങൾ, ബഹുമാനപ്പെട്ട കെ എ റഹ്മാൻ ഫൈദി ഉസ്താദ്, അങ്ങനെ സ്റ്റേജിലും സദസ്സിലുമുള്ള ഉലമാക്കളെ, സാദാത്യങ്ങളെ, നേതാക്കളെ, ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ സ്മാരക ഇസ്ലാമിക് സെൻ്ററിൻ്റെ കീഴിലുള്ള ജാമിയ യമാനിയുടെ 16-ാം വാർഷിക 5-ാം സന്നദ്ധദാന സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇവിടെ ചെയ്ത മുഴുവൻ സഅയ്യുകളും എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പരിശുദ്ധ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ നമ്മെയും നമ്മുടെ സഹായികളെയും അല്ലാഹു ഒരുപാട് ആയുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അതുകൊണ്ട് തന്നെ ആ കർത്തവ്യത്തിലേക്ക് മാത്രം കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ മഹത്തായ സ്ഥാപനം 16-ാം വയസ്സിലേക്ക് കടക്കുകയാണ്. മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകൾക്ക് ഒരു ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു സ്മാരകം വേണമെന്ന് ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാർ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്
ആദ്യമായി തന്നെ കേരളത്തിലൊരു സ്മാരകം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അബ്റല്ലാഹു മർക്കദഹു ബഹുമാനപ്പെട്ടവർ ചെയർമാനായിക്കൊണ്ട് ഒരു 150ഓളം വരുന്ന ജനറൽ ബോഡി മെമ്പർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുന്നത് 2000-ലാണ്. ആ വർഷം തന്നെ അതിൻ്റെ കീഴിലൊരു ജാമിയ യമാനിയ അറബി കോളേജ് തുടങ്ങുക എന്നത് ആ സമിതി തീരുമാനിച്ച ആദ്യത്തെ തീരുമാനമാണ്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞു, ജാമിയ യമാനിയ എന്ന് തന്നെ ആയിക്കൊള്ളട്ടെ. ശംസുൽ ഉലമയുടെ അസ്ൽ നാട് യമനാണല്ലോ. കേരളത്തിലെ അഹ്ലു ബൈത്ത് സാദാത്യങ്ങളും ഹദർമൗത്തിൽ നിന്ന് യമനിൽ നിന്ന് ഈ രാജ്യത്തേക്ക് കുടിയേറി പാർത്തിരിക്കുന്ന മഹാന്മാരാണ്. അവരൊക്കെ അഭിപ്രായം പറഞ്ഞത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. പാർണൂർ പി ഇബ്രാഹിം മുസിയാർ പ്രിൻസിപ്പാളായിക്കൊണ്ട് 60 വിദ്യാർത്ഥികളോടുകൂടി കുറ്റിക്കാട്ടൂർ ടൗൺ പള്ളിയിൽ തുടക്കം കുറിക്കുകയും 1-ാം വാർഷികത്തോടുകൂടി ഇവിടെ ഈ കാണുന്ന ചെറിയ പള്ളിയിലേക്ക് ആ സ്ഥാപനം മാറ്റി സ്ഥാപിക്കുകയുമായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ സ്ഥാപനത്തിൻ്റെ ഓരോ പടിയും അങ്ങനെ ഉയർന്നുകൊണ്ടേയിരുന്നു. 5 വർഷത്തിന് ശേഷം ഇവിടെ മുത്തബ്ബൽ തുടങ്ങാൻ തീരുമാനിച്ചു. MT അബ്ദുള്ള മുസിയാറിൻ്റെ നേതൃത്വത്തിൽ മുത്തബ്ബൽ കോളേജ് ആരംഭിച്ചു. ഇതിനൊക്കെ കാർമ്മികത്വം നൽകിയിരുന്നത് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ജയന്തി മുസിയാറായിരുന്നു. ഇന്ന് ആ മഹാൻ നമ്മോടൊപ്പമില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, ദോഷങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഏത് പരിപാടിയിലും ബഹുമാനപ്പെട്ടവരുടെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം നമുക്ക് ലഭിച്ചിരുന്നു. അവസാനമായി ആ മഹാൻ നമ്മോട് വിട പറഞ്ഞത് പറയുന്നതിൻ്റെ തൻ്റെ അവസാനത്തെ പ്രഭാഷണം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി കോഴിക്കോട്ട് സംഘടിപ്പിച്ച മീലാദ് പ്രഭാഷണത്തിലെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണമായിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ടവർ ഒരു പൊതുപരിപാടിയിലും സംബന്ധിച്ചിട്ടില്ല. അങ്ങനെ കേരളത്തിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തലോടലോടുകൂടിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഓരോ പ്രവർത്തനവും ഇന്നേ വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ സ്ഥാപനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 500ഓളം വരുന്ന ആലിമീങ്ങൾ ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് സമുദായ രംഗത്ത് ദീനീയ ഖിദ്മത്തിൻ്റെ രംഗത്ത് ഇന്ന് നിലകൊള്ളുകയാണ്. മംഗലാപുരം, അതുപോലെ തന്നെ ലക്ഷദ്വീപിലും ഗൂഡല്ലൂരിലും, അങ്ങനെ കേരളത്തിൻ്റെ പുറത്ത് വിവിധ മേഖലകളിലും ഉള്ള പഠിതാക്കൾ ഇവിടെ വന്ന് പഠിച്ച് സനത് വാങ്ങുന്നവരിൽ ഇന്നിവിടെ മുന്നിലിരിക്കുന്നവരിൽ തന്നെ ധാരാളം കാണാം. അൽഹംദുലില്ലാ, സ്ഥാപനത്തിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ തുവക്കുന്നിൽ ഒരു യമാനി അക്കാഡമിയും ഹിഫ്ദുൽ ഖുർആൻ കോളേജും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 100ഓളം വിദ്യാർത്ഥികൾ ആ മഹത്തായ സ്ഥാപനത്തിലും പഠിച്ചു വരികയാണ്. 10 വർഷമായി ആ സ്ഥാപനം വളരെ നല്ല നിലക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 16-ാം വാർഷികം. ഇവിടെ 16-ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളും പദ്ധതികളും ഇതിൻ്റെ മുന്നിലുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതെല്ലാം തുടങ്ങാനും പൂർത്തീകരിക്കാനും തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെ 40 വിദ്യാർത്ഥികളെടുത്തുകൊണ്ട് 12 വർഷത്തെ അക്കാഡമി 4-ാം ബാച്ചിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഓരോ വർഷവും 40 വിദ്യാർത്ഥികളെ ഇവിടെ വന്നു ചേരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള ബിൽഡിങ്ങും ക്ലാസ് റൂമും അത് ഓരോ വർഷവും അങ്ങനെ നിർമ്മിച്ചു കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്ഥായിയായ വരുമാനം ലക്ഷ്യം വെച്ചുകൊണ്ട് നാം 3 വർഷം മുമ്പ് ആരംഭിച്ചിരിക്കുന്ന
ശംസുലുലമ യമാനിയ ടവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ KSRTയുടെ മുമ്പിൽ അത് ഇന്ന് 4 നില ഉയർന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഒരു വർഷത്തിനുള്ളിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനം ചെയ്ത് ഈ സ്ഥാപനത്തിന് ഉപകാരപ്രദമായ രൂപത്തിൽ നമുക്ക് അതിനെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. വലിയ ഒരു സംഖ്യ ചെലവ് 2.5 കോടി രൂപയോളം ചെലവ് വരുന്ന ഒരു വലിയ ബിൽഡിംഗാണ് അവിടെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമുദായത്തിലെ ഉദാരമതികളായ സമ്പന്നന്മാരായ ആളുകളുടെ സഹായം അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് ലഭിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ് അതിനെ സഹായിച്ചവരൊക്കെ അള്ളാഹു അവരെ സഹായിക്കട്ടെ. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു നീക്കിത്തരട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നേതാക്കന്മാർ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ മഹത്തായ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജോയിൻറ്റ് സെക്രട്ടറിയും വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ അവറുകളാണ്. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മളെല്ലാമായ സ്ഥാപനത്തിൻ്റെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ശേഷം വഫാത്തിന് ശേഷം ഇതിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിൽക്കുകയും ഇതിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും പ്രാർത്ഥന നടത്തുകയും നിർദ്ദേശങ്ങൾ നടത്തുകയും ചെയ്യുന്ന മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. അല്ലാഹു ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഈ സമുദായത്തിന് ഒരുപാട് കാലം ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ബഹുമാനപ്പെട്ടവരെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ പ്രാർത്ഥന നടത്തേണ്ടിയിരുന്നത് MT അബ്ദുള്ള മുസ്ലിയാരായിരുന്നു. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്ന് ആഗ്രഹിക്കുന്നു. ആലിക്കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ ഈ പരിപാടിയിൽ വന്നു ചേരും. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സ്ഥാപനത്തിലെ ഇന്ന് പഠിച്ചിറങ്ങിയ 50 ആലിമീങ്ങൾക്ക് സനദ് നൽകുന്നത് ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളവറുകളാണ്. ബഹുമാനപ്പെട്ടവർ തന്നെയാണ് സന്നദ്ധാന പ്രസംഗവും നടത്തുന്നത്. ബഹുമാനപ്പെട്ടവരെയും ഈ വേദിയിലേക്ക് ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബും MT അബ്ദുൽ വഹാബ് സാഹിബും ഇവിടെ വന്ന് ഇവിടെ ഈ സദസ്സിൽ പങ്കെടുത്ത് ഇപ്പോൾ തന്നെ പുറത്തു പോയിരിക്കുകയാണ്. അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേകമായ നിർദ്ദേശമുണ്ട്. മതചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല. കമ്മീഷൻ മനസ്സിലാക്കിയത് ഇത്തരം മതചടങ്ങിലൊക്കെ പങ്കെടുത്താലേ സ്ഥാനാർത്ഥികളൊക്കെ വിജയിക്കുള്ളൂ എന്ന് ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്തോ ആവട്ടെ, അവരിവിടെ വന്ന് നമ്മളെ സന്തോഷത്തിൽ പങ്കെടുത്തിട്ട് അവർ തിരിച്ചു പോയിരിക്കുന്നു. അവർക്കും അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം നേരിടുകയാണ്. പിന്നെ ഒരുപാട് നേതാക്കന്മാർ ഇവിടെ പ്രസംഗിക്കേണ്ടതുണ്ട്. ഉമർ മുസ്ലിയാർ കോഴിക്കോട്, അതുപോലെ തന്നെ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ, ചേലക്കാട് അഹമ്മദ് മുസ്ലിയാർ, അതുപോലെ അബ്ദുൽ ഹമീദ് ഫൈദി, അവർക്ക് ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ വന്നു ചേരും. അവരുടെ അസാന്നിധ്യത്തിൽ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവ്, അതുപോലെ തന്നെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന KR റഹ്മാൻ ഫൈദി, ഉമർ ഫൈദി മുക്കം, ഇവരൊക്കെ ഈ വേദിയിൽ എത്തിച്ചേർത്തിട്ടുണ്ട്. അവർക്ക് ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ബാബു മുസ്ലിയാരുടെ TM ബാബു മുസ്ലിയാർ, കാസർഗോഡ് ഖാദിയായിരുന്ന വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന ബാബു മുസ്ലിയാരുടെ സഹോദരൻ അബു മുസ്ലിയാർ ഇവിടെ നമ്മുടെ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് മാന്യവ്യക്തികൾ ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് PI ഇബ്രാഹിം ഹാജി സാഹിബ് അവറുകളാണ്. 8 മണിയോടുകൂടി അതിനുശേഷം അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഒരുപാട് പ്രമുഖ വ്യക്തികൾ ഈ സമ്മേളനത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട നാസർ ഫൈദി
കൂടത്തായി. അതുപോലെ തന്നെ CKK മാണിയൂർ ശംസുലുലമയുടെ ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തകനാണ് CKK മാണിയൂർ സാഹിബ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായ സ്വാസംഘം വർക്കിംഗ് കൺവീനർ കൂടിയായ KP കോയ സാഹിബ്, ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന ഉസ്താദുമാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട മുസ്തഫ ദാരിമി, ഷറഫുദ്ദീൻ ഹൈത്തമി, അതുപോലെ തന്നെ മുനീർ പൈലി, അങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ മുഴുവൻ ഉസ്താദുമാരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ. മൂസ മൗലവി, NK യൂസുഫ് ഹാജി, ഹംസ, അതുപോലെ തന്നെ ദീവാർ സൈനാജി, ഈ സ്ഥാപനത്തിൻ്റെ ട്രഷറർ ബഹുമാനപ്പെട്ട മരക്കാർ ഹാജി, അതുപോലെ തന്നെ സിംല മൂസക്കോയ ഹാജി, മഹാനായ ഷെയ്ഖുന ശംസുലുലമയുടെ മകളുടെ ഭർത്താവ് ഉമർ കോയ ഹാജി, അങ്ങനെ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകമായൊരു കാര്യം അറിയിക്കാനുള്ളത്, ഇവിടെ ഒരു പ്രകാശന ചടങ്ങ് നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻറ്റ്, 16 വർഷമായി ഈ സ്ഥാപനത്തിൻ്റെ ഇളക്കമില്ലാത്ത പ്രസിഡൻറ്റ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് ഹംസ ബാപ്പക്ക് തങ്ങളെ ബഹുമാനപ്പെട്ടവരെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഒരു പ്രകാശനം നടക്കുകയാണ്. ഫറായിദിനെ സംബന്ധിച്ച്, അനന്തര സ്വത്ത് ഓഹരി ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു നല്ലൊരു CD ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന ഉസ്താദായ മുസ്തഫ ദാരിമി സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു CD അല്ല, ഒരു സോഫ്റ്റ്വെയർ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യാൻ. അതിൽ 3 കോടിയോളം, അതായത് കോടിക്കണക്കിൽ മസലകളിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ടുള്ള വലിയൊരു സോഫ്റ്റ്വെയറാണ്. അറബിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും അത് പഠിക്കാൻ പഠിതാക്കൾക്ക് സൗകര്യമാണ്. ഖാദിമാർക്കും മുഫ്തിമാർക്കും പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും, മലയാളത്തിലാകുമ്പോൾ സാധാരണക്കാർക്കും ഉപകാരപ്രദമായ ലോകത്ത് ആദ്യമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് ജാമിയ യമാനിയയിലെ പ്രധാനപ്പെട്ട ഉസ്താദ് ബഹുമാനപ്പെട്ട മുസ്തഫ ദാരിമി ബഹുമാനപ്പെട്ടവർ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് ഇന്ന് നമ്മുടെ പത്രങ്ങളിലൊക്കെ, ചന്ദ്രി അടക്കമുള്ള പത്രങ്ങളിലൊക്കെ നിസ്കാരത്തിൻ്റെ ടൈമൊക്കെ അദ്ദേഹമാണ് ഇപ്പോൾ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ദാറുൽ ഇസ്ലാമിക് അക്കാഡമിയിൽ ദിസാലൊക്കെ കൊടുത്തിരുന്ന ഒരു മഹാനായ പണ്ഡിതനാണ് മുസ്തഫ ദാരിമി. പക്ഷേ അദ്ദേഹം പ്രസംഗിക്കില്ല, സദസ്സിൽ ദ്വാർക്കില്ല, വേറെ പരിപാടിയൊന്നും പങ്കില്ല. അദ്ദേഹം പഠനം തന്നെ, അദ്ദേഹത്തിൻ്റെ 24 മണിക്കൂറും പഠനവും ചികിത്സയും ദർസും. അങ്ങനെ ഒരു മഹാനായ പണ്ഡിതൻ, മഹാനായ സയ്യിദ് മുഹമ്മദ് GP മുത്തുക്കോയ തങ്ങളുടെ പ്രധാനപ്പെട്ട ശിഷ്യൻ കേട്ടോ ദാരിമിയാണ്. സലീം ദാരിമി എന്ന് പറയുന്ന ചരളയിലെ സലീം ദാരിമിയുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. സലീം ദാരിമിയും ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട മുദരിസാണ്. അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണമാണ് നാളെ, അതുകൊണ്ട് അദ്ദേഹം ഇന്നിവിടെ വന്നു ചേർന്നിട്ടില്ല. അങ്ങനെയുള്ള വലിയ ഒരു സംഭവം ഇവിടെ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്യുകയാണ്. ആ CD ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും. 250 രൂപയാണ്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി 250 രൂപക്ക് 1000 രൂപയോളം അതിന് വില കൽപ്പിക്കാം. അങ്ങനത്തെ ഒരു CD 250 രൂപക്ക് ഇവിടെ വെച്ച് വിതരണം ചെയ്യുമെന്ന് പ്രത്യേകം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ബാപ്പു മുസിയാരെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ക്ഷണിക്കുകയാണ്. പ്രത്യേകമായൊരു കാര്യം അറിയിക്കാനുള്ളത്, നൗഷാദ് ബാക്കവി ചെറിയങ്കീർ ബഹുമാനപ്പെട്ടവരാണ് ഇവിടെ ഈ സദസ്സിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്, വഅദ് നടത്തുന്നത്. അദ്ദേഹം ഈ സന്നദ്ധാന പരിപാടി കയ്യലോടുകൂടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിന് ജനങ്ങളും ഈ സദസ്സിലേക്ക് വന്നു ചേരും. അവരെയും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്ന എല്ലാ മുഅ്മിനീങ്ങളായ ആണുപെണ്ണുങ്ങളെയും ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ എല്ലാ ബഹുമാന്യ വ്യക്തികളെയും ഈമാനുള്ള മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ബാപ്പു മുസിയാരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
സ്നേഹമുള്ളവരെ, പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടിലെ അസർമുല്ല മൗനമെന്ന മന്ദസ്മിതത്തോടെ ലോക മുസ്ലിം സമൂഹത്തെ ഐക്യത്തിന്റെയും കെട്ടുറപ്പിന്റെയും ഭദ്രതയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ലോക മുസ്ലിങ്ങളുടെ അത്താണി പാണക്കാട്ട് അസർമുല്ല സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ജാമിഅ യമാനിയ 16ാം വാർഷിക 5ാം സനദ്ദാന സമാപന വേദി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അധ്യക്ഷന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. സമാദരണീയരായ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ നമ്മുടെ സമസ്ത കേരള ജമിയത്തിലൂടെ സാരഥി ബഹുമാന്യരായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർകളെ, അതുപോലെ തന്നെ നമ്മുടെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പുത്രൻ ഹംസ ബാഫക്കി അവർകളെ, മറ്റ് സാദാത്തുക്കളെ, കോട്ടമ്പല ബാപ്പു മുസ്ലിയാർ, നമ്മുടെ പ്രിയങ്കരനായ റഹ്മാൻ ഫൈസി, അതേപോലെ തന്നെ പ്രിയങ്കരനായ നമ്മുടെ ഉമർ ഫൈലി, മറ്റ് ഇവിടെയുള്ള ഉലമാക്കൾ, ഉമറാക്കൾ, സാദാത്തുക്കൾ, ഈ വർഷം ഇവിടെ നിന്ന് സനത് വാങ്ങുന്ന യുവ പണ്ഡിതന്മാരെ, ഇവിടുത്തെ ഉസ്താദുമാരെ, ഇതിൻ്റെ ഭാരവാഹികളെ, സംഘാടകർ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹാനായ നമ്മുടെ എല്ലാം ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ പേരിലുള്ള ഈ സ്ഥാപനത്തിൻ്റെ, യമാനിയ സ്ഥാപനത്തിൻ്റെ 16ാം വാർഷികവും സനദ് ദാനവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഈ സ്ഥാപനത്തെപ്പറ്റി, അതുപോലെ തന്നെ അതിൻ്റെ മഹാനായ ഉസ്താദിൻ്റെ നാമത്തിലുള്ള ഈ സ്ഥാപനത്തെപ്പറ്റി അധികമായൊന്നും പറയേണ്ട ആവശ്യമില്ല. അറിവിൻ്റെ നിറകുടമായ ഏതൊരു വിഷയവും ആദ്യം മുതൽ അവസാനം വരെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന മഹാനായ ഉസ്താദ്, അതേപോലെ തന്നെ ഒരു വലിയ ആലിമും, അതേപോലെ തന്നെ ആബിദും, അങ്ങനെ എല്ലാ വിശേഷങ്ങളും ഒരുമിച്ച് കൂടിയ മഹാനവറുകളുടെ പേരിലുള്ള ഈ സ്ഥാപനം തീർച്ചയായിട്ടും ഇവിടെ വളർന്ന് ഉയർന്നു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം തീർച്ചയാണ്. അതേപോലെ തന്നെ ഇവിടെ ഉസ്താദുമാർ മഹാനവറുകളുടെ ഇഷ്ട ശിഷ്യന്മാരാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എല്ലാ പണ്ഡിതന്മാരും ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇതൊരു ഉലമ കോൺഫറൻസ് കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം ഇമാദുദ്ദീൻ, ഇസ്ലാമിൻ്റെ ജീവൻ, ഇസ്ലാമിൻ്റെ ഹയാത്ത്, അത് വിജ്ഞാനമാണ്. അറിവില്ലെങ്കിൽ പിന്നെ ദീനില്ല, ദീനില്ലെങ്കിൽ ഇവിടെ നമുക്ക് രക്ഷയില്ല. നമുക്ക് അഭയം, നമ്മുടെ തണൽ അത് ദീനാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ നാം എല്ലാവരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്, അതാണ് എല്ലാ പ്രവാചകന്മാരും ഇവിടെ മനുഷ്യ സമൂഹത്തിന് പറഞ്ഞു കൊടുത്ത ഏറ്റവും വലിയ വിലപ്പെട്ട കനമുള്ള വാക്യം. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്
അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ശരിക്കും നടപ്പിലാക്കിക്കൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അക്ഷരം പ്രതി പ്രാവർത്തികമായി കൊണ്ട് ജീവിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യത. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുവാൻ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അനിവാര്യമാണ്. നമസ്കാരമാവട്ടെ, മറ്റ് ഇബാദത്തുകളാവട്ടെ, അത് പഠിക്കാതെ അത് ഒരിക്കലും തന്നെ സഹിയാവുകയില്ല. പഠിച്ചാൽ മാത്രമേ അത് സാധുവാകുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ട് തഫ്സീറും അതേപോലെ തന്നെ മറ്റ് വിധത്തിലുള്ള ഹദീസ് അതുപോലെ തന്നെ മറ്റ് ധാരാളം ശർഈയായ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആ ഉസ്താദന്മാർ ഈ വളർന്നു വരുന്ന സമൂഹത്തെ നമ്മുടെ ഇടയിലേക്ക് ഇവിടെ ഇറങ്ങിത്തിരിപ്പിക്കുകയാണ്. അപ്പോൾ ഇവർ പോയിക്കൊണ്ട് ജോലി ചെയ്യുമ്പോൾ ധാരാളം ഉത്തരവാദിത്തങ്ങളും കടമകളും അവർക്കുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ശരിക്കും പഠിച്ച് മനസ്സിലായിക്കൊണ്ട് ഒരു മാതൃകയായിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ, അതേപോലെ തന്നെ മാതൃകാ മഹല്ലായി തീർക്കുവാനും നിങ്ങളെല്ലാവരും പ്രയത്നിക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ സമസ്തകാല ജമിയത്തുൽ ഉലമ, അതിലെ പോഷക ഘടകങ്ങൾ അതെല്ലാം ഇന്ന് ഇവിടെ വളർന്ന് പന്തലിച്ചിരിക്കൊണ്ടിരിക്കുകയാണ്. മഹാന്മാരായ നമ്മുടെ വരക്കൽ സയ്യിദ് മുല്ലക്കോയത്തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം, അവരെപ്പോലെയുള്ള ധാരാളം നമ്മുടെ സൂഫി വര്യന്മാരായ കറാഹത്ത് പോലും ചെയ്യാത്ത സമസ്തയുടെ ആ സ്ഥാപക നേതാക്കൾ, പൂർവികർ, അവരുടെ പാരമ്പര്യത്തെ നിരത്തിക്കൊണ്ട് ഇവിടെ നമ്മുടെ ആസ്ഥാനം, നമ്മുടെ സ്ഥാപനം, നമ്മുടെ ഈ പ്രദേശം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങളിൽ ആ പാരമ്പര്യത്തെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ക്ലാസ്സുകളും ഉത്ബോധനങ്ങളും നടത്തുവാൻ നിങ്ങൾക്ക് അല്ലാഹു കഴിവ് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ സംസ്കാര സമ്പന്നരായ ആളുകളെ വളർത്തിയെടുക്കും. മാത്രമല്ല നമ്മുടെ ഓരോ മഹല്ലിലും ദീനിയായ ഉണർവ്, അതേപോലെ തന്നെ ക്ലാസ്സുകൾ, അതേപോലെ തന്നെ രാവിലെ സുബഹിക്ക് ശേഷമുള്ള ആ ഹദീസുകൾ എല്ലാം പറഞ്ഞ് മനസ്സിലായിക്കൊണ്ട് ഓരോ മഹലിനെയും ഇവിടെ നമ്മുടെ സുന്നത്തെ മായത്തിൻ്റെ ആ വഴിയിലേക്ക് ചലിപ്പിക്കുവാൻ നാം ഒട്ടേറെ പ്രയത്നിക്കേണ്ടതുണ്ട്. അവിടെ എല്ലാം തന്നെ ത്യാഗത്തിന് ഇന്നത്തെ പോലെയുള്ളൊരു കാലമായിരുന്നില്ല. വളരെയധികം പ്രയാസങ്ങളുള്ള ആ പ്രതിസന്ധികളുള്ള കാലഘട്ടത്തിലാണ് അവരെല്ലാം ഇങ്ങനെയുള്ള ഈ മഹത്തായ പ്രസ്ഥാനം നമ്മുടെ കൈകളിലേക്ക് തന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ എല്ലാവരുടെയും ജാഹ്, കറാമത്ത്, ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സൗദ്ദേശങ്ങളെയും അല്ലാഹു പൂർത്തീകരിച്ച് തെരുമാറാകട്ടെ. പലരും ഇന്ന് നമ്മോടൊപ്പമില്ല, അവർക്ക് മർഹമത്തും മാഗ്ഫിറത്തും നൽകുമാറാകട്ടെ. അവരോടൊപ്പം നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തെരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. അടുത്തതായി വേദിയിൽ അതിസങ്കീർണവും അതിപ്രധാനവുമായ ഇൽമുൽ ഫറാഇദിൽ 4 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം ജാമിഅ യമാനിയ പ്രൊഫസർ ഉസ്താദ് മുസ്തഫ ദാരിമി കരിപ്പൂർ പുറത്തിറക്കിയ 13 കോടിയിലധികം മസ്അലകൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക് സോഫ്റ്റ്വെയർ ബഹുമാനപ്പെട്ട ഹൈദർലി ശിഹാബ് തങ്ങൾ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയത്തങ്ങൾക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. ഹൈദർലി ശിഹാബ് തങ്ങൾ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയത്തങ്ങൾക്ക് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിക്കുന്നു.
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ സ്ഥാപനത്തിലെ പ്രൊഫസർ ഉസ്താദ് മുസ്തഫ ദാരിമിയാണ് 4 വർഷത്തെ കഠിനാധ്വാനത്തിലൂടെ 13 കോടിയിലധികം മസ്അലകൾ ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ ഇൽമുൽ ഫറായിലിന്റെ ഫണ്ട് നിങ്ങൾക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നത്. ഈ നഗരിയിൽ 250 രൂപക്ക് ഈ CD ലഭ്യമാണ് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. വേദിയിൽ കേരളത്തിന്റെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ, സുപ്രഭാതത്തിന്റെ അമരക്കാരൻ, ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ നായകൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനിഷേധ്യനായ അമരക്കാരൻ ഷെയ്ഖുന കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നായകൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകളെ, ഈ സ്ഥാപനത്തിൻ്റെ പ്രഗത്ഭനായ പ്രിൻസിപ്പൽ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കരുത്തനായ ഖജാൻജി ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട ഹംസ ബാഫഖി, ബഹുമാനപ്പെട്ട ഉമർ ഫൈസി, ബഹുമാനപ്പെട്ട കുട്ടിയസൻ ദാരിമി, നാസർ ഫൈസി കൂടത്തായി, ബഹുമാനപ്പെട്ട അബു മുസ്ലിയാർ തുടങ്ങി വേദിയിലുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, ഉമറാക്കളെ, ഈ മഹത്തായ സദസ്സിൽ വെച്ച് ഈ സ്ഥാപനത്തിൽ നിന്നുള്ള സനത് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയിട്ടുള്ള യുവ പണ്ഡിതന്മാരെ, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ, മറ്റ് സഹോദരന്മാരെ, ജാമിയ യമാനിയ എന്ന ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഏറ്റവും മഹത്തായ ഒരു ഉദ്ദേശത്തോടു കൂടി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ മഹാനായ അവറുകളുടെ ഓർമ്മ എന്നും നിലനിർത്തിക്കൊണ്ടു പോരാൻ അവിടുത്തെ ഒരു മദതും അവിടുത്തെ ഒരു അനുഗ്രഹവുമൊക്കെ എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമെന്ന നിലക്ക് ഇതിൻ്റെ വളർച്ചയും ഉയർച്ചയുമൊക്കെ നമുക്ക് അത്ഭുതകരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇല്ലായ്മയിൽ നിന്ന് ആരംഭിച്ച ഈ മഹത്തായ സ്ഥാപനം ഇന്ന് കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് ഏകദേശം 500 പണ്ഡിതന്മാരെ സംഭാവന ചെയ്തു എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സമുദായത്തിന് എത്രമാത്രം പ്രതീക്ഷയും അതുപോലെ തന്നെ ആവേശവും ഈ കാര്യത്തിലുണ്ട് എന്ന് നമുക്കൊക്കെ ബോധ്യമാണ്. കേരളീയ മുസ്ലിങ്ങളുടെ അനുഗ്രഹമാകി ലോകത്തുള്ളവർ മുഴുവനും എടുത്തു പറയുന്ന ഒരു കാര്യം, ഇവിടെയുള്ള ദീനീ പ്രവർത്തനം വളരെ സുശക്തമാണ്. അതുപോലെ തന്നെ ദീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഇൽമിനെ ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്ന പ്രവർത്തനത്തിലും ലോകത്തെവിടെയുമില്ലാത്തൊരു മുന്നേറ്റം കേരളീയ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രമാത്രം മുസ്ലിങ്ങൾക്ക് വളരാൻ സാധിച്ചിട്ടുള്ളത്. അവരിത്രയും ദീനിയായ മതകീയമായ സ്വഭാവത്തോട് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ ഈ മഹത്തായ സ്ഥാപനവും ദീനീ പ്രവർത്തനത്തിൻ്റെയും ഇൽമിൻ്റെ വളർച്ചയുടെയും കാര്യത്തിൽ വളരെ വളരെ മുൻപന്തിയിലാണ് എന്ന വസ്തുത നമുക്കൊക്കെ ബോധ്യമുള്ളതാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് അള്ളാഹു നിയോഗിച്ചത് ആ ദീനിനെ ഇവിടെ നിലനിർത്തുന്ന പ്രവർത്തനവും ഉത്തരവാദിത്വവും ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടാണ്. അവരാണ് ഇവിടെ ദീനിൻ്റെ പ്രബോധകന്മാർ, അവരാണ് ഇവിടെ ദീനിൻ്റെ പ്രചാരകന്മാർ, അവരാണ് ഈ ദീനിനെ ഇവിടെ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു പ്രവാചക പരമ്പര കഴിഞ്ഞ കാലങ്ങളിലായി അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ദീനിനെ ഇവിടെ നിലനിർത്തുന്ന പ്രവർത്തനത്തിൽ വളരെ ശക്തമായ നിലക്ക് അവരൊക്കെയും നിലപാട് സ്വീകരിച്ചു പോന്നിട്ടുണ്ട് എന്നതൊരു ചരിത്രം തന്നെ. പക്ഷേ അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തിൻ്റെ അന്ത്യപ്രവാചകനായി വന്നപ്പോൾ പൂർവിക സമുദായങ്ങളെപ്പോലെ ഈ ദീനിനെ നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇവിടെ പ്രവാചകന്മാരെ ഇനി കാത്തിരിക്കാനില്ല, ഇനി ഇവിടെ പ്രവാചകന്മാർ വരില്ല. പക്ഷേ ദീൻ ഇവിടെ നിലനിൽക്കണം. ദീനിനൊരു ഭംഗവും പറ്റാൻ പാടില്ല, ഒരു കോട്ടവും സംഭവിക്കാൻ പാടില്ല, ഒരു തകർച്ച വരാൻ പാടില്ല, ദീനിനൊരു ക്ഷീണമുണ്ടാകാൻ പാടില്ല. അന്ത്യനാൾ വരേക്കും അള്ളാഹുവിൻ്റെ നാമം ഈ ലോകത്ത് പറയപ്പെടാൻ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഈ ദീനിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തപ്പെടാനും സാധിക്കുന്ന വിധത്തിലുള്ളൊരു സാഹചര്യം ഉമ്മത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിന് ഈ സമുദായത്തിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പണ്ഡിതന്മാരെയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരഗാമികളാകുന്നത്. പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാ പണ്ഡിതന്മാർ. എന്താണ് അവർക്ക് അനന്തരമായി പ്രവാചകന്മാരിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്? ലം യുവരിസു ദീനാറം വലാ ദിർഹമൻ. അവർക്ക് ദീനാറും ദിർഹവും പണവും സമ്പത്തും സമ്പാദ്യവും ഒന്നുമല്ല. എന്താണ് പിന്നെ അവർക്ക് അവർ നൽകിയിട്ടുള്ള ഈ ഇർസ്? ഇന്നമാ വറസുൽ ഇൽമ, ഇൽമിനെയാണ് അവർ ഈ സമുദായത്തിലെ പണ്ഡിതന്മാർക്ക് ഇർസായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൽമി എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ്. ആ സ്വത്ത് ലഭിച്ചവരാണ് ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ ആ ഉലമാക്കൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഈ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് കാലാകാലങ്ങളിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. അവരുടെ പ്രവർത്തനം ഉണ്ടാകുന്ന കാലത്തോളം ഒരിക്കലും തന്നെ ദീനിന് അപകടം സംഭവിക്കില്ല, ഈ സമുദായത്തിനും അപകടം സംഭവിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മഹത്തായ പാരമ്പര്യത്തിൻ്റെയും പരമ്പരയുടെയും ഭാഗമായി ഇവിടെ ഇതാ പണ്ഡിതന്മാർ, നിരവധി പണ്ഡിതന്മാർ സമുദായത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തന്നെ യുവ പണ്ഡിതന്മാർ സനതുമായി പുറത്തിറങ്ങുന്നു. അവർക്കിവിടെ ചെയ്യാനുള്ളത് എന്താണ്? ദീനിൻ്റെ പ്രബോധനവും ദീനിൻ്റെ പ്രവർത്തനവുമാണ്. അതിലവരൊക്കെയും ഒഴുകിക്കൊണ്ട് വലിയ ഒരു മാറ്റം ഈ നാട്ടിൽ, ഈ രാജ്യത്തുണ്ടാക്കിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉലമാക്കൾ. ആ ഉലമാക്കൾ അതാണ് നമ്മളുടെ മുന്നിൽ ഇന്ന് ഇവിടെ നിന്ന് സനത് വാങ്ങി പുറത്തേക്ക് പോകുന്ന പണ്ഡിതന്മാരുൾപ്പെടെയുള്ള ഇവിടെയുള്ള എല്ലാ പണ്ഡിതന്മാരും എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കണം. അവരതിനനുസരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും സഹായങ്ങളും നൽകി ഈ സമുദായം അവരെ വളർത്തിക്കൊണ്ടുവരണം. കാരണം അല്ലാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ ആരുണ്ട് ഇവിടെ? പണ്ഡിതന്മാരല്ലാതെ മറ്റാരുമില്ല. അവർക്ക് ദീനെ സംരക്ഷിക്കാൻ കഴിയൂ. പൂർവിക സമുദായങ്ങളുടെ ചരിത്രം അതാണ്. അവരിൽ പണ്ഡിതന്മാരില്ലാതെയായപ്പോൾ അവർ ദീനിനെ തകിടം മറിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ദീൻ അവരിൽ നിന്നും കൈമോശം വന്നു പോവുകയും ചെയ്ത ചരിത്രമാണ് പൂർവിക സമുദായങ്ങളുടെ ചരിത്രം. അത് മുസ്ലിം ഉമ്മത്തിനുണ്ടാകില്ല. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഇലാ യൗമിൽ ഖിയാമ. അന്ത്യനാൾ വരേക്കും ഈ സമുദായത്തിലൊരു വിഭാഗം ഈ ഹക്കിന് വേണ്ടി, ദീനിന് വേണ്ടി
ഈ മഹത്തായ മാർഗത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഏൽപ്പിച്ച ഈ വിശുദ്ധമായ ഈ മതം ഇവിടെ നിലനിർത്താൻ വേണ്ടി അവരിവിടെ എന്നും ഉണ്ടാകും. അങ്ങനത്തെ ഒരു ത്വായിഫത്ത്, ആ ത്വായിഫത്താണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും പണ്ഡിതന്മാരെ അനുസരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നവരും. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണുന്ന ഈ ആളുകൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ വാഹകരായി ബഹുമാനപ്പെട്ട ഉലമാ കൽപ്പിക്കുന്നത് പോലെ നിർദ്ദേശിക്കുന്നത് പോലെ അവിടെ നിന്ന് എന്താണോ ആഹ്വാനം ചെയ്യുന്നത് അതുപോലെ അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതാണ് അതിൻ്റെ ഈ അവസാന ഘട്ടത്തിലുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ഈ വലിയ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് സമുദായത്തിന് വേണ്ട വിധത്തിലൊക്കെ നയിച്ചു കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമുക്കറിയാം, 4 പതിറ്റാണ്ട് ആ സമസ്തയുടെ മഹത്തായ നായകത്വം വഹിച്ചുകൊണ്ട് ഈ സമുദായത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു പോന്നിരുന്ന ബഹുമാനപ്പെട്ട മഹാനായിരുന്നു ഷെയ്ഖുനാ ശംസുൽ ഉലമ. അള്ളാഹു അവരുടെ പരലോക ജീവിതത്തിലെ ദറജകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം നമ്മളെ അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ശംസുൽ ഉലമയുടെ അനന്തരഗാമികളായി ശംസുൽ ഉലമയുടെ അനുയായികളായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഈ യുവ പണ്ഡിതന്മാരും അവരനുസരിച്ച് ജീവിക്കുന്ന ഈ സമുദായവും ആ സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇനിയും ശക്തി പകരുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ സമുദായത്തിൻ്റെ അതിന് പറ്റാവുന്ന ആളുകളിൽ നിന്നുണ്ടാകണമെന്നാണ്. പരിശുദ്ധമായ ദീനിനെ ഇവിടെ നിലനിർത്തണമെങ്കിൽ പണ്ഡിതന്മാർ വേണമെന്ന് പറയുമ്പോൾ ആ പണ്ഡിതന്മാർ അവരെത്രയും കരുത്തുറ്റ പണ്ഡിതന്മാർ, അവർക്ക് കരുത്ത് വേണം. പണ്ഡിതന്മാർ ഈ സമുദായത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ, ഈ സമുദായത്തെ നയിക്കുമ്പോൾ, ഈ സമുദായത്തിന് വേണ്ട കാര്യങ്ങൾ അവർക്ക് നിർദ്ദേശിക്കാനും ഉപദേശിക്കാനുമുള്ള ആ വലിയ ഉത്തരവാദിത്തം ഏൽക്കുമ്പോൾ അവരതിന് ശക്തരാവണം, അവരതിന് ശരിയായ രീതിയിൽ കരുത്ത് കാണിക്കുന്നവരാകണം. അതാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു പണ്ഡിത ശൃംഖല, അങ്ങനത്തെ ഒരു പണ്ഡിത നിര അതാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ടാകേണ്ടത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് സമസ്തയുടെ സ്ഥാപിത കാലം മുതൽക്ക് ഇന്ന് വരേക്കും അതിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് വേറെ യാതൊരു മാറ്റവുമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വഹാബത്തിനെ നിർത്തിക്കൊണ്ട് പറഞ്ഞു, സ്വഹാബികളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും, ഇന്ന മിനശ് ശജരി ശജറത്തൻ ലാ യസ്ഖുതു വറഖുഹാ മസലുഹാ കമസലിൽ മുഅ്മിൻ. അള്ളാഹു ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്ന ഈ കാണുന്ന ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച വൃക്ഷങ്ങളും മരങ്ങളും എവിടെയൊക്കെയുണ്ടോ ആ മരങ്ങൾക്കിടയിലുള്ള ഒരു വൃക്ഷം, ഒരു മരം അതുണ്ട്. അതെങ്ങനത്തെ മരമാണ്? ഒരു മുസ്ലിമിനെ ഉപമിക്കാൻ, ഒരു മുഅ്മിനിനെ ഉപയോഗിക്കാൻ പറ്റുന്ന മരമാണ്. എന്താണ് അതിൻ്റെ ഉപമ? ലാ യസ്ഖുതു വറഖുഹാ. എന്ത് കാറ്റും കോളും വന്നാലും ആ മരത്തിനൊരു അനക്കവും ഉണ്ടാവില്ല, അതിൻ്റെ ഇല കൊഴിഞ്ഞു വീഴൂല, അത് അതുപോലെ തന്നെ നിൽക്കും. അങ്ങനത്തെ ഒരു യഥാർത്ഥമായ ആ ഒരു സ്വഭാവം അതാണ് യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾക്കുണ്ടാകേണ്ടത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് അവരോട് ചോദിച്ചു, അംബിഊനി മാഹിയ, ഏതാണ് ആ മരം നിങ്ങളെന്ന് പറഞ്ഞാൽ. ബഹുമാനപ്പെട്ട സ്വഹാബ അപ്പോഴേക്ക് വനൽ മുഴുവനും എല്ലാ കാടുകളിലും അവരവിടെ ചിന്തകൾ പോവുകയാണ്. ഏത് മരാണ് ഈ മരം? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ ഈ രീതിയിലുള്ളൊരു വൃക്ഷത്തെ അവർക്ക് ചിന്തിച്ച് കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം അവർ പറഞ്ഞു, നബിയെ, അവിടുന്ന് തന്നെ ഏതാണതെന്ന് പറഞ്ഞു തരണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല സ്വഹാബിമാരെ, എൻ്റെ കൂട്ടുകാരെ, നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ മുറ്റത്ത്, നിങ്ങളുടെ മൂക്കിൻ്റെ മുന്നിൽ ഈ നിൽക്കുന്ന ഈത്തപ്പന മരമില്ലേ, അതാണ് ആ മരം. അതിൻ്റെ പട്ട കൊഴിയൂല, എന്ത് കാറ്റടിച്ചാലും അത് അനങ്ങൂല, ഇളകൂല. അതാ നിലക്കുള്ള ഒരു ശക്തമായ ഒരു നിലപാടിൽ നിൽക്കുന്ന ആ ഒരു വൃക്ഷം, അത് തന്നെയാകും ഒരു
യഥാർത്ഥമായ മുഅ്മിനിൻ്റെ സ്വഭാവം. ഒരിക്കലും തന്നെ അതിനൊരു മാറ്റവും ആട്ടവും കോട്ടവും ഒന്നും ഉണ്ടാവില്ല. എന്തു തന്നെ വന്നാലും ശരി, ആ ഒരു രീതിയിൽ അവർ ഉറച്ചു നിൽക്കുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ പണ്ഡിതന്മാരോടുകൂടി എനിക്ക് പറയാനുള്ളത്, ഇവിടെ നിന്ന് സനദ് വാങ്ങിപ്പോകുന്ന നിങ്ങൾ ഇവിടെ ഈ സമുദായത്തിന് പരിശുദ്ധമായ ദീനിൻ്റെ ആ യഥാർത്ഥമായ രീതികൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നത്. നിങ്ങൾ അതാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. അതിൽ നിങ്ങൾ വളരെ വ്യക്തമായൊരു രീതിയിൽ തന്നെ ഈ സമുദായത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്ന ഒരവസ്ഥയും ഉണ്ടാക്കാതെ അവരെ ശരിയായ രീതിയിൽ നിങ്ങൾ അതിനെ നയിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കരുത്ത് വേണം, നിങ്ങൾക്കതിന് ശക്തി വേണം, നിങ്ങൾക്ക് അതിനനുസരിച്ച് കൊണ്ടുള്ള മനോധൈര്യവും വേണം. അത് നിങ്ങളിൽ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ സംരക്ഷിക്കുന്ന നല്ലവരായ അള്ളാഹുവിൻ്റെ ഈ ദീനിൻ്റെ കാവൽഭടന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തിന് സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെയും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ടും നമ്മളുടെ മഹാന്മാരായ ഉസ്താദുമാർ, മശായിഖന്മാർ, ശംസുൽ ഉലമ ഉൾപ്പെടെയുള്ള കഴിഞ്ഞുപോയ നമ്മളുടെ ഉസ്താദുമാരെല്ലാവരുടെയും ഉഖറവിയായ പദവി അള്ളാഹു ഉയർത്തുകയും അവരോടൊപ്പം നമ്മളെയൊക്കെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി